വെൽക്കം ടു ഇമ്പൾ. സോ നമ്മൾ നോക്കാൻ പോകുന്ന തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. സോ അതിൽ സൈക്കോ ഡൈനാമിക് തിയറി ആണ് കേട്ടോ. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രോണ്ടിന്റെ തിയറിയാണ് പറയുന്നത്. സോ ഫ്രോണ്ടിന്റെ തിയറി പറയുന്നത് തന്നെ എല്ലാം അൺകോൺഷ്യസ് മൈൻഡിന് ഒരു സിഗ്നിഫിക്കന്റ് വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. കാര്യം അൺകോൺഷ്യസ് മൈൻഡാണ് ഒരാളുടെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് പുള്ളിക്കാരൻ നന്നായിട്ട് വിശ്വസിച്ചിരുന്നു. അത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ കുറേയൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും, പക്ഷെ കുറച്ച് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ. സോ അൺകോൺഷ്യസ് മോട്ടീവ് എന്ന് പറയുമ്പോൾ അതായത് ഇപ്പം നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഡിസയേഴ്സ് അല്ലെങ്കിൽ മെമ്മറി ഒക്കെ എപ്പോഴും അൺകോൺഷ്യസ് മൈൻഡുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ് അല്ലെങ്കിൽ ബിഹേവിയറുമായി ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ചൈൽഡ്ഹുഡ് ഇൻഫ്ലുവൻസ് ആണ്. നമ്മൾ കുഞ്ഞിലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതായിരിക്കും നമ്മുടെ പിന്നെയുള്ള ലേറ്റസ്റ്റ് സൈക്കോളജിക്കൽ പ്രോബ്ലത്തിനെ പേഴ്സണാലിറ്റിയൊക്കെ ബാധിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ഡിറ്റർമിനിസം ആണ്. അത് നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ മിസ്റ്റേക്ക് പോലും, നമ്മുടെ സ്ലിപ്പ് ഓഫ് ദി ടങ് പോലും എന്താണ് അൺകോൺഷ്യസ് കോസ് ആണ്. ഇപ്പം നമ്മൾ പറയില്ലേ വാവിട്ടവൻ അറിയാതെ പറഞ്ഞു പോയി എന്നൊക്കെ പറയില്ലേ, ആ ഒരു പരിപാടി തന്നെയാണ്. ആൻഡ് ട്രൈ പാർട്ടി പേഴ്സണാലിറ്റി ആണ്. ഇവിടെ നമുക്ക് ഐ ഡി, ഈഗോ, സൂപ്പർ ഈഗോ ആണ് വരുന്നത്. ഐ ഡി ഇൻസ്റ്റിങ്ക്റ്റ് ആൻഡ് ഈഗോ റിയാലിറ്റി ആൻഡ് സൂപ്പർ ഈഗോ മോർട്ടാലിറ്റി ആണ്. സോ ഇൻസ്റ്റിങ്ക്ച്വൽ ഡ്രൈവ്സ് ഉണ്ട്. ഫ്രോഡ് രണ്ട് ബേസിക് ഡ്രൈവ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ, ഒരു ഹ്യൂമനെ സംബന്ധിച്ച് ഒരു മുമ്പോട്ട് പോകണമെന്നെങ്കിൽ ഫസ്റ്റ് വൺ ഇസ് എർഗോസ് ആണ്, ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതായത് സർവൈവ് ചെയ്യുക, റീപ്രൊഡക്ഷൻ, ലവ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. ആൻഡ് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, അസോസിയേറ്റ് വിത്ത് അഗ്രഷൻ ആൻഡ് സെൽഫ് ഡിസ്ട്രക്ഷൻ. ചില ആൾക്കാരൊക്കെ നമ്മളോട് തന്നെ, നമുക്ക് തന്നെ ഇങ്ങനെ കടിച്ചു മുറുക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇതൊന്നും പറ്റുന്നില്ല, എന്ത് കോപ്പാണെങ്കിൽ ജീവിക്കേണ്ട എന്നൊക്കെ പറയില്ല, ഒരു സെൽഫ് അഗ്രഷൻ അല്ലെങ്കിൽ സെൽഫ് ഡിസ്ട്രക്ഷൻ ഒക്കെ ഇല്ലേ, അതൊക്കെ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് ദേഷ്യം കാണിക്കുക, അതൊക്കെ എല്ലാമായി ബന്ധപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. ആൻഡ് കോൺഫ്ലിക്ട് വിൻ മൈൻഡ് പാർട്ടാണ്. അതായത് ദ ഐ ഡി വാണ്ട് ഡിസയർ ഫുൾഫിൽഡ് ആൻഡ് സൂപ്പർ ഈഗോ കൺട്രോൾ ബിഹേവിയർ വിത്ത് മോറൽ ഓഫൻ ക്ലാഷ്, റിക്വയർ ദ ഈഗോ ടു ബാലൻസ് ദം. അത് ഐ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം വേണം അല്ലെങ്കിൽ ആ ഒരു കാര്യം ഫുൾഫിൽ ചെയ്യണം എന്നുള്ള ഒരു മതിയായ ആഗ്രഹം. സൂപ്പർ ഈഗോ ആണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല. ഇപ്പം എക്സാമ്പിൾ, ഒരു വാച്ച് ഇരിക്കുന്നു, എനിക്ക് ആ വാച്ച് വാങ്ങാനുള്ള കഴിവില്ല, പക്ഷെ അത് മോട്ടിക്കണം എന്ന് തോന്നുന്നത് എന്താണ്, ആ ഒരു ഡിസയർ ഫുൾഫിൽ ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ എന്നെ അത് സമ്മതിക്കാത്തത് എൻ്റെ സൂപ്പർ ഈഗോ ആയിരിക്കും. ആൻഡ് ഇത് തമ്മിൽ എന്താണ്, ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാണ് ഈഗോ ചെയ്യുന്നത്. ആൻഡ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് ആണെങ്കിൽ പേഴ്സണൽ ഡെവലപ്പ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജ് ആൻഡ് എൻഫോഴ്സിങ് ഓൺ ഡിഫറെൻറ്റ് എഗോനസ് സോൺ. സോ നമുക്ക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഓരോരോ ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെ ഇങ്ങനെ വളർന്ന് വരികയാണ് ചെയ്യുന്നത്. സോ ഫ്രോഡ്സിൻ്റെ ടോപ്പോഗ്രാഫിക്കൽ മോഡൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. സോ നമ്മൾ പുറത്ത് കാണുന്ന മൈൻഡും താഴെ കോൺഷ്യസും പിന്നെ പ്രീ കോൺഷ്യസും പിന്നെ അൺകോൺഷ്യസുമായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്, ഒരു ഐസ്ബർഗ് തിയറി എന്നൊക്കെ പറയുന്നത് പോലെ. സോ കോൺഷ്യസ് ആണെങ്കിൽ പാർട്ട് ഓഫ് മൈൻഡ് ദാറ്റ് കണ്ടെയ്ൻ കറന്റ് തോട്ട് ആൻഡ് ഫീലിംഗ്. ഇപ്പം നമുക്ക് എന്താണോ, ഇപ്പം എനിക്ക് ബിരിയാണി കഴിക്കണം എന്ന് തോന്നിയാൽ അത് കോൺഷ്യസ്നെസ്. പ്രീ കോൺഷ്യസ് ആണെങ്കിൽ മെമ്മറീസ് ആൻഡ് സ്റ്റോർഡ് നോളജ് ദാറ്റ് ക്യാൻ ബി റീകോൾഡ് വെൻ നീഡഡ്. ആവശ്യമുള്ളപ്പോൾ എനിക്കൊരു ബിരിയാണി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എങ്ങനെ എനിക്കറിയാം, അത് വെച്ച് ഞാൻ ഉണ്ടാക്കുന്ന പോലെ. ഓക്കെ, ഇനി അൺകോൺഷ്യസ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡിസയർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീപ്ലി ബറി ചെയ്ത് വെക്കില്ലേ, അല്ലെങ്കിൽ കുഴിച്ചിടുന്നു എന്ന് പറയില്ലേ, നമ്മൾ പറയില്ലേ എൻ്റെ പണ്ടത്തെ ഓർമ്മകളാണത്, അല്ലെങ്കിൽ എൻ്റെ പണ്ടത്തെ ഞാൻ ഓർക്കാൻ ശ്രമിക്കാത്ത ഓർമ്മകൾ എന്ന് പറയില്ലേ, അതല്ല. എന്നാലും നമ്മൾ ഡീപ്ലി നമ്മൾ അങ്ങനെ അത്രയും ആക്കി വെക്കുന്നതാണ്. പക്ഷേ ഈ ഒരു അൺകോൺഷ്യസിനും പ്രീ കോൺഷ്യസിനും കോൺഷ്യസിനും ഭയങ്കര ബന്ധമുണ്ട്. അതായത് ഇതൊരു ചാർട്ട് പോലെയാണ്, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് റീകോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ആൻഡ് ഐസ്ബർഗ് മെറ്റാമോർഫ് ആണെങ്കിൽ ഫ്രോഡ് കമ്പയർ ദ മൈൻഡ് ടു ആൻ ഐസ്ബർഗുമായിട്ടാണ് പുള്ളിക്കാരൻ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോൺഷ്യസ് 10%, വിസിബിൾ ഓഫ് ദ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്, നിങ്ങൾ കാണുന്ന പോലെ 10%, ഇവിടെയാണെങ്കിൽ 10 to 15, ആൻഡ് അൺകോൺഷ്യസ് ആണെങ്കിൽ 75 to 80 ആണ്. നമ്മൾ ഒരു എത്രയൊക്കെ ഒരു മനുഷ്യൻ നല്ലതാണ് എന്ന് പറഞ്ഞാലും അയാളുടെ ഉള്ളിൽ കുറച്ചൊക്കെ ഇതുണ്ടാവും എന്ന് പറയില്ലേ, ആ ഒരു സംഭവം ഇവിടെയാണ് കേട്ടോ. ഇനി ഫ്രോഡ് സ്ട്രക്ചർ മോഡൽ ഐ ഡി, ഈഗോ, സൂപ്പർ ഈഗോ ആണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഐ ഡി ആണെങ്കിൽ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അയാളുടെ ഒരു ഡ്രിവൺ പ്ലഷർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഗ്രാറ്റിഫിക്കേഷൻ, ആഹാരത്തിന് വേണ്ടി കുഞ്ഞു കറിയില്ലേ, അതൊക്കെ നമുക്ക് ഇപ്പം നല്ല എന്താണോ വേണ്ടത് ആ കാര്യമാണ് ഐ ഡി. ഈഗോ ആണെങ്കിൽ ഡെവലപ്പിംഗ് ചൈൽഡ്ഹുഡ് ആണ്, റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഐ ഡി ഡിമാൻഡ് ദ റിയൽ വേൾഡ് റൂൾസ്. അത് നമ്മൾ ഇപ്പം എക്സാമ്പിൾ, ഒരു കാര്യം നേടണമെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്ന് പറയില്ലേ. അതായത് ഇപ്പോൾ നമുക്കൊരു കടയിൽ നിന്നൊരു സാധനം മേടിക്കണമെങ്കിൽ ഒരു വലിയ
ക്യൂവിൽ നിൽക്കണം എന്ന് പറയുന്ന പോലെ. ഇനി സൂപ്പർ ഈഗോ അല്ലെങ്കിൽ മൊറാലിറ്റി ആണെങ്കിൽ ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഡെവലപ്പ് ആവുക. അവിടെ ആക്ടിങ് ആൻഡ് ഇന്റേണൽ മോറൽ കോമ്പസ് ഷേപ്ഡ് ബൈ പാരന്റ് ആൻഡ് സൊസൈറ്റി. അതായത് നമ്മൾ പറയും നിങ്ങൾ വളരുന്നൊരു പ്രക്ഷുബ്ധത്താണ്, സൊസൈറ്റി പറയുന്ന പോലെ ജീവിക്കണം അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ ജീവിക്കണം എന്നൊക്കെ പറയില്ലേ. ഇപ്പം നമ്മളത് റിബലായിട്ട് പറയുന്നുണ്ടെങ്കിലും അതൊരു ഫാക്ടർ തന്നെയാണ്. നമുക്കൊരു 5 വയസ്സൊക്കെ നമുക്ക് ഡെവലപ്പ് ആവുന്ന കാര്യമാണ്. അവിടെ കൂടുതലായിട്ട് ഒരു ഷേപ്പ് ചെയ്യുക, നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ ഷേപ്പ് ചെയ്യുന്നത് പാരൻസിനും സൊസൈറ്റിക്കും ഒരുപാട്. അതായത് ഫീലിംഗ് ഗിൽറ്റി ഫോർ ലൈങ്, അത് കള്ളം പറയുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്ന എപ്പോഴാണ്? മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ്. അത് തെറ്റായിരുന്നു, അത് ചെയ്യാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അല്ലേ. അപ്പോഴാണ് നമുക്ക് ആ ഒരു മൊറാലിറ്റി ഒക്കെ നമ്മുടെ വരുന്നത്. ഇനി വേറൊരു ചോദ്യമാണ്, ഈ ഐഡിയും സൂപ്പർ ഈഗോയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇവർ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഐഡി വാണ്ട്സ് പ്ലഷർ. ഇപ്പോൾ ഈറ്റിംഗ് കേക്ക്, നമുക്ക് കേക്ക് കഴിക്കുമ്പോൾ ഷുഗർ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. സൂപ്പർ ഈഗോ ഇമ്പോസ് മോറൽ വാല്യൂ, അവോയ്ഡിങ് സ്വീറ്റ് ഫോർ ഹെൽത്ത്. അതായത് നമുക്ക് വേണ്ട, നമ്മുടെ ആരോഗ്യം പ്രശ്നമാവുന്നത് നമ്മൾ വേണ്ട വെക്കുവാണ്. ഈഗോ മെഡിറ്റ് ബിറ്റ്വീൻ ദ ടു, ഈറ്റിംഗ് എ സ്മോൾ പീസ് ഓഫ് കേക്ക്. അത് നിങ്ങൾ കുറച്ച് കഴിച്ചോ കുഴപ്പമില്ല, വലിയ പ്രശ്നം ഉണ്ടാവില്ല, ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും എന്താണ് ഐഡി, എന്താണ് സൂപ്പർ ഈഗോ, എന്താണ് ഈഗോ. അപ്പം മിക്കവാറും ആൾക്കാർക്ക് തെറ്റിപ്പോവാന്ന് വെച്ചാൽ ഈഗോ എന്ന് പറയുന്നത് പാടില്ല, ചെയ്യാൻ പാടില്ല, ഈഗോ ക്ലാഷോ അങ്ങനെയാണ് വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല. എക്സാംസിനൊക്കെ മിക്കവാറും ആൾക്കാർ കാണാറുണ്ട് ഈഗോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് അങ്ങ് എഴുതി വെക്കും. അങ്ങനെയല്ല. ഐഡി ആണെങ്കിൽ പ്ലഷറും സൂപ്പർ ഈഗോ ആണെങ്കിൽ മോറൽ വാല്യൂവും ഈഗോ ആണെങ്കിൽ രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഡിഫൻസ് മെക്കാനിസം ആണ് വേ ടു കോപ്പ് വിത്ത് ആങ്സൈറ്റി. സോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് അൺകോൺഷ്യസ് സ്ട്രാറ്റജിയാണ്. അതായത് നമുക്കറിയാം ഡിഫൻസ് മെക്കാനിസം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്. നമ്മൾ പല സമയത്ത് ഡിഫൻസ് മെക്കാനിസം ചെയ്യാറുണ്ട്, സംസാരിക്കുമ്പോൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അടിക്കാൻ വരുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. സോ ഫ്രോഡ് ഡിസ്ക്രൈബ് ഡിഫൻസ് മെക്കാനിസം ആസ് അൺകോൺഷ്യസ് സ്ട്രാറ്റജി യൂസ്ഡ് ബൈ ഈഗോ ടു റിഡ്യൂസ് ആങ്സൈറ്റി. ഈഗോ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈഗോ എന്ന് വെച്ചാൽ എന്താ ഞാൻ പറഞ്ഞത്, അതായത് നമുക്ക് ബാലൻസ് ചെയ്യുക അല്ലേ, ഈറ്റിംഗ് എ സ്മോൾ പീസ് ഓഫ് കേക്ക്, അത് നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. സോ ഈഗോ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ആങ്സൈറ്റി കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. കോമൺ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡിനൈൽ. അത് നമ്മൾ ഡിനൈ ചെയ്യുവാണ് ചെയ്യുക. റെഫ്യൂസിങ് ടു അക്സെപ്റ്റ് റിയാലിറ്റി, എനിക്ക് സിഗരറ്റ് വലിക്കാൻ താല്പര്യമില്ല, ഹെൽത്ത് റിസ്ക് ആണ്, ഡിനൈ ചെയ്യുന്നു. റിപ്രഷൻ ആണെങ്കിൽ പുഷിങ് പെയിൻഫുൾ മെമ്മറി ഇൻ ടു അൺകോൺഷ്യസ്. അതായത് നമ്മൾ പണ്ട് കാലങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ ഞാൻ ഓർക്കാനായി ശ്രമിക്കുന്നില്ല, എനിക്കിത് കളയണം എന്ന് പറയുന്നത് പോലെ. നെക്സ്റ്റ് വൺ ഈസ് റിഗ്രഷൻ ആണ്. സോ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം എത്രയൊക്കെ പ്രായമാണെങ്കിലും ചില ആൾക്കാർ പറയില്ലേ, ഓ നീ കൊച്ചു വളരെ പോലെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്നൊക്കെ പറയില്ലേ. ആ ഒരു പരിപാടി തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭയങ്കരമായിട്ട് നമ്മൾ ദേഷ്യപ്പെടുക, ഭയങ്കരമായിട്ട് നമ്മൾ അതിലോട്ട് എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര ഓവറായിട്ട് റിയാക്ട് ചെയ്യാനൊക്കെ പറയില്ലേ. അതാണ് ഈ ഒരു റിഗ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ അയ്യോ ഇത്രയും ഉണ്ടോ പഠിക്കാൻ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. ആൻഡ് റിയാക്ഷൻ ഫോമാറ്റിംഗ് ആണ്. ഡൂയിങ് ദ ഓപ്പോസിറ്റ് ഓഫ് വാട്ട് വൺ ഫീൽ. നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതിനെ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാം. നമുക്ക് ട്രീറ്റിംഗ് സമ്മൺ യു ഡിസ്ലൈക്ക് ഓവർ നൈസ്ലി. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ്. ആൻഡ് പ്രൊജക്ഷൻ ആണ്. ഇവിടെ വെച്ചാൽ നമ്മുടെ ഫീലിങ്സ് മറ്റൊരാളിലേക്ക് നമ്മൾ ബ്ലെയിം ചെയ്യുന്നതാണ്. ബ്ലെയിമിങ് അതേഴ്സ് ഫോർ വൺസ് ഓൺ ഫീലിംഗ്. നമ്മുടെ ഫീലിങ്സ് കാരണം നമ്മൾ മറ്റുള്ള ബ്ലെയിം ചെയ്യുവാണ്. അതായത് ഒരു ജലസി പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ തന്നെ പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊക്കെ ഒരു റിലേഷനിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ള ഭാഗത്തൊക്കെ എടുത്ത് വെക്കും. നീ പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്തു, ഇങ്ങനെ ചെയ്തു. പക്ഷേ ഈവൻ ടു നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് എങ്ങനെ നമുക്കറിയാം എന്ന് നമ്മൾ ബ്ലെയിം ചെയ്യും അല്ലേ. ആൻഡ് റാഷണലൈസേഷൻ ആണ്. മേക്കിംഗ് എക്സ്ക്യൂസ് ഫോർ ബാഡ് ബിഹേവിയർ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഓരോ പ്രാവശ്യം നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇന്റലക്ച്വലൈസേഷൻ ആണെങ്കിൽ അവോയ്ഡിങ് ഇമോഷൻ ബൈ ഫോക്കസിങ് ഓൺ ലോജിക്. നമ്മൾ ഇമോഷൻസിനെയൊക്കെ മാറ്റി വെച്ചിട്ട് ലോജിക്ക് മാത്രം ശ്രദ്ധിക്കുക. ഡയഗ്നോസിങ് എ സീരിയസ് ഇൽനെസ് ബട്ട് ഫീലിംഗ് നോ ഫിയർ. അതായത് നമ്മൾ എന്താണ്, ഒരു ഇമോഷൻസിനെയൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ലോജിക്ക് കൊണ്ട് മാത്രം, ഇപ്പോൾ എക്സാമ്പിൾ ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ടും നമുക്കത് മരിക്കുമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, മരുന്ന് കഴിച്ച് അത് കുറയ്ക്കാനായി ശ്രമിക്കുന്ന രീതിയാണ് കേട്ടോ. സോ അതല്ലെങ്കിൽ വലിയൊരു അസുഖം ഫീൽ ചെയ്തിട്ട് അല്ലെങ്കിൽ വലിയൊരു അസുഖം കണ്ടുപിടിച്ചിട്ടും നമ്മളൊന്നുമില്ല, കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന രീതി. ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ റീഡയറക്റ്റിംഗ് ഇമോഷൻ ടു എ സേഫർ ടാർഗറ്റ്. അതായത് നമ്മൾ സേഫർ ടാർഗറ്റിലേക്ക് ഇമോഷൻസിനെ മാറ്റി വെക്കുകയാണ്, റീഡയറക്റ്റ് ചെയ്ത് മാറ്റി വെക്കുവാണ്. എല്ലിങ് അറ്റ് എ സിബ്ലിംഗ് ആഫ്റ്റർ എ ബാഡ് ഡേ അറ്റ് വർക്ക്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ സേഫർ ടാർഗറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സേഫർ ആയതാണ് കേട്ടോ. ഇപ്പം ഞാൻ കടയിൽ പോയിട്ട് ഭയങ്കര വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് അമ്മേൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കുക, അത് സേഫർ സൈഡാണ്. കാരണം നമുക്ക് തിരിച്ചു കിട്ടില്ല, മറ്റേ തന്നെ തിരിച്ചു കിട്ടും എന്ന് പറയും പോലെ കേട്ടോ. അങ്ങാടിത്തെ ഒരു അമ്മയോടെന്ന് പറയില്ലേ, അതാണ് ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ. ആൻഡ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ചാനലിംഗ് നെഗറ്റീവ് ഇമ്പൾസ് ഇൻറ്റു പോസിറ്റീവ് ആക്ടിവിറ്റി. അതായത് നമ്മൾ നെഗറ്റീവ് ഇമ്പൾസിനെയൊക്കെ പോസിറ്റീവ് ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുപോവാണ്. അഗ്രസീവ് പേഴ്സൺ ടോക്കിംഗ് അപ്പ്
ബോക്സിങ്. ടേക്കിംഗ് എ ബോക്സിംഗ് ആണ്. അപ്പം നമ്മൾ വേറെ സൈഡിലേക്ക് മാറ്റിക്കൊണ്ടുവന്ന രീതിയാണ്. എളുപ്പമാണ്. ഡിനയിലാണെങ്കിൽ റെഫ്യൂസ് ചെയ്യുക, റിപ്രഷൻ ആണെങ്കിൽ പുഷ് ചെയ്യുക എന്നുള്ളതാണ്. റിഗ്രഷൻ ആണെങ്കിൽ എന്താണ്, നമ്മൾ എങ്ങർ ഇൻ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, നമ്മൾ എന്താണ് ഒരു ഭയങ്കര എങ്ങറായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിയെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് റിയാക്ഷൻ ഫോർമേഷൻ ആണെങ്കിൽ നമുക്കറിയില്ല, ഓപ്പോസിറ്റ് സൈഡിനോട് ഡൂയിങ് ഓപ്പോസിറ്റ് വാട്ട് വൺ ഫീൽ, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ഓപ്പോസിറ്റ് കാണിക്കുക എന്നുള്ളതാണ്. ട്രീറ്റിംഗ് സമ്മൺ യു ഡിസ്ലൈക്ക് ഓവർ നൈസ്ലി. സോ നമ്മൾക്ക് നമ്മളോട് നന്നായിട്ട് കാണിക്കുന്ന ആളോട് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ലൈക്ക് കാണിക്കുക എന്നുള്ളത് പോലെ പ്രൊജക്റ്റ് ചെയ്യുക, മറ്റുള്ള ബ്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് റാഷണലിസം ആണെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള എക്സ്ക്യൂസുകൾ കാണിക്കുക എന്നുള്ളതാണ്. ഇന്റലക്ച്വലൈസേഷൻ ആണെങ്കിൽ അവോയ്ഡിങ് ഇമോഷൻസ് ബൈ ഫോക്കസിങ് ലോജിക് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ റീഡയറക്ട് ചെയ്യുക എന്നുള്ളതാണ്. സബ്ലിമേഷൻ ആണെങ്കിൽ നെഗറ്റീവ് ഇമ്പൾസിനെ പോസിറ്റീവ് ആക്ടിവിറ്റീസിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇത് സിമ്പിൾ ആണ്, പക്ഷേ ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാനുള്ള ചോദ്യം കൂടുതലാണ് എന്നുള്ളതാണ്, മറന്നു പോകരുത് കേട്ടോ. നമ്മൾ പറയാൻ പോകുന്നത് ഫ്രോഡ്സിന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് 5 സൈക്കോസെക്ഷൽ സ്റ്റേജ് ഉള്ളത്. ഓറൽ സ്റ്റേജ് 0 to 18 ആണ്. അവിടെ മൗത്ത് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സക്കിങ് ബൈറ്റിംഗ് ഒക്കെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ വളർന്നു വന്നു കഴിയുമ്പോഴത്തേക്കും ഓവർ ഈറ്റിംഗ്, സ്മോക്കിംഗ് ഒക്കെ വരാം. ഏനൽ സ്റ്റേജ് ആണെങ്കിൽ 18 months to 3 ആണ്. ബൗവലും ബ്ലാഡർ കൺട്രോളും കിട്ടുന്നൊരു സ്റ്റേജാണ്. അപ്പോൾ അവിടെ ഏനൽ റിട്ടൻഷീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോട്ടി ട്രെയിനിങ് കൊടുക്കുവാണെങ്കിൽ പെർഫെക്ഷനിസം, ഓർഡർനെസ് ഒക്കെ വരാന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഓരോ 3 to 6 ആണെങ്കിൽ ഫാലിക് സ്റ്റേജ് അല്ലെങ്കിൽ ജെനറ്റിയിലാണ്. അവിടെ അട്രാക്ഷൻ ടു മദർ ആണ്, ബോയ്സ് കാണിക്കുക. ഗേൾസ് ആണെങ്കിൽ ഫാദറിലേക്ക് കാണിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അച്ഛനെ ഒഴിവാക്കുക, അമ്മയെ ഒഴിവാക്കുക, അങ്ങനെയുള്ള സ്റ്റേജ് ആയിരിക്കും. ലേറ്റൻസി ആണെങ്കിൽ പുബർട്ടി ആണ്. അവിടെ സോഷ്യൽ ഇന്ററാക്ഷൻ, ലേണിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. സോ അവിടെ ആണെങ്കിൽ ഫിക്സേഷൻ, ഭാവിയിലാണെങ്കിലോ അത് പ്രോപ്പർ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവാണ്ടിരിക്കുക, അല്ലെങ്കിൽ ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ജെനറ്റൽ സ്റ്റേജ് ആണെങ്കിൽ പുബർട്ടി, അഡൾട്ട്ഹുഡ് ആണ്. അവിടെ സെക്ഷൽ റിലേഷൻഷിപ്പ് ആണ് മെച്ചുവർ ആവുന്നത്. സോ ഫിക്സേഷൻ ഇഷ്യൂ, പുവർ റിലേഷൻഷിപ്പ്, ഡിഫിക്കൽട്ട് വിത്ത് ഇന്റിമസി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പഠിച്ച് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പറഞ്ഞത്. അത് വലിയൊരു സംഭവമാക്കി എടുക്കേണ്ടതല്ല. നിങ്ങൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ലൈഫ് സ്പാനിലും ഒക്കെ പഠിക്കുന്ന കാര്യമാണ് കേട്ടോ. സോ മെറിറ്റും ലിമിറ്റേഷനും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഫസ്റ്റ് കോംപ്രഹെൻസീവ് പേഴ്സണാലിറ്റി തിയറി ആണ് മെറിറ്റ് എന്ന് വെച്ചാൽ. നമുക്ക് ഒരു അൺകോൺഷ്യസ് മൈൻഡിനെ പറ്റി ഒരു കൺസെപ്റ്റ് കിട്ടിയത് ഇവിടെ നിന്ന് തന്നെയാണെന്നുള്ളതാണ്. ഒരു പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ആവുമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടി. അത് മാത്രമല്ല സൈക്കോളജി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ന് ഇത്രയും ഡെവലപ്പ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നതിൻ്റെ ബേസിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രോഡ്സിൻ്റെ തിയറി ആയിരുന്നു. അത് മാത്രമല്ല സൈക്കോ അനാലിസിസിനും മോഡേൺ തെറാപ്പി മോഡനൊക്കെ ഒരുപാട് ലീഡ് ചെയ്തു. ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് സെക്ഷുവാലിറ്റി ഒക്കെ പറയുന്നതിൽ അത്ര വലിയ കാര്യങ്ങളൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല. സയന്റിഫിക്കൽ ടെസ്റ്റ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല ഒരുപാട് നമുക്ക് അൺകോൺഷ്യസ് ഫോഴ്സ് കാരണമാണ് ഇതെല്ലാം ചെയ്യുന്നു എന്ന് പറയുന്നതിനോട് എല്ലാവർക്കും യോജിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം. അതുമാത്രമല്ല ഫ്രോഡ്സ് കൂടുതൽ മെയിൽ സൈക്കോളജിയിൽ ഫോക്കസ് ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അതൊരു കോൺസായിട്ടും പറയാം, ഈവൻ അത് ഒരു എന്താണ് ക്രിറ്റിസിസമായിട്ടും പറയാം എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആരാണ്, കരീൻ ഹോണി എന്നാണ്. സോ കരീൻ ഹോണി എന്ന് പറയുന്നത് ജർമ്മൻ സൈക്കോ അനലിസ്റ്റ് ആണ്. ഹു ചലഞ്ച് സിഗ്മണ്ട് ഫ്രോഡ്സ് തിയറി. അപ്പോൾ നിങ്ങൾക്ക് ഓൾഡ് ചെയ്യാം ഫ്രോഡ്സ് തിയറി ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. ഫ്രോഡ്സ് തിയറിയെ ചലഞ്ച് ചെയ്ത ആളാണ് ആര്, കരീൻ ഹോണി എന്ന് വെച്ചാൽ. ആ പുള്ളിക്കാരൻ കൂടുതൽ സോഷ്യൽ കൾച്ചറൽ അപ്രോച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ്. കാര്യം സോഷ്യലും കൾച്ചറൽ അപ്രോച്ചിന് ഒരുപാട് സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ഉണ്ട് കേട്ടോ. അതായത് അൺകോൺഷ്യസ് ഡ്രൈവ് മാത്രമായി ഒതുങ്ങി നിൽക്കാതെ സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ചലഞ്ച് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും ഫ്രോഡ്സിന്റെയും ഹോണിയുടെയും തിയറി എന്ന് പറയുന്നത് പേഴ്സണൽ ഡെവലപ്മെന്റിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ ഏതൊരു തിയറി നമ്മൾ പറയുമ്പോഴും ഇത് ഇന്നതല്ല എന്ന് പറയുന്ന പോയിന്റിലാണല്ലോ അത് വളരുക. അതായത് ഇപ്പോൾ ഞാൻ പറയുവാണ് നിങ്ങൾ ചെയ്യുന്ന തിയറി തെറ്റാണ് എന്ന് പറയുമ്പോൾ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഞാൻ ഒരു കാരണം കണ്ടുപിടിക്കണം അല്ലേ, അല്ലെങ്കിൽ ഒരു റീസൺ ഉണ്ടാകണം, അപ്പോഴാണല്ലോ അത് വളരുക അല്ലേ. അതേപോലെ സോ കൺസെപ്റ്റ് വെച്ചാൽ ബേസിക് ആങ്സൈറ്റി ദ റൂട്ട് ഓഫ് ന്യൂറോസിസ്. അതായത് ബേസിക് ആങ്സൈറ്റി വെച്ചാൽ എന്താണ് അർത്ഥം, നമുക്ക് ഹെൽപ്ലെസ് ഫീൽ ചെയ്യുക, ഇൻസെക്യൂർ ആണെന്ന് ഫീൽ ചെയ്യുക, പേടി തോന്നുക അല്ലേ. അപ്പം നമുക്ക് ആ സമയത്തൊക്കെ സപ്പോർട്ട് കിട്ടാത്തതും ഒക്കെ പാരൻസിനും സപ്പോർട്ട് കിട്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്നേഹം കിട്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടാണ്ടിരിക്കുക, ആ ഒരു സമയത്താണല്ലോ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പം അതാണ് ബേസിക് ആങ്സൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാരന്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, പ്രൊട്ടക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഇൻഡിഫറൻ്റ് ആണ്, ഒരു കുട്ടിയോട് മാത്രം ഇമ്പോർട്ടൻസ് കാണിക്കുക. അപ്പം അങ്ങനെയുള്ള കേസിലൊക്കെയാണ് ഈ ആങ്സൈറ്റി കൂടുതലായിട്ട് പ്രസിപ്പിറ്റേറ്റ് ആവുന്നത്. സോ ബേസിക് ആങ്സൈറ്റിയുടെ കോസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ബേസിക് ഈവിൾ എന്താണെന്നുള്ളതാണ്. കൂടുതൽ സ്നേഹം കാണിക്കാതിരിക്കുക, ഓവർ പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ ഒഴിവാക്കുക, അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ എഫക്ട് ഓൺ പേഴ്സണാലിറ്റി വെച്ചാൽ വളരും തോറും കുട്ടികളിൽ എന്താണ് അധികമായി ആങ്സൈറ്റി കാണിക്കുക,
അവർക്ക് ന്യൂറോട്ടിക് നീഡ്സ് കാണിക്കുക ആസ് എ കോപ്പിംഗ് മെക്കാനിസം പോലെയൊക്കെ കേട്ടോ. അപ്പം ആങ്സൈറ്റി കൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, അത് ഇൻസെക്യൂർ ആവുക, ഹെൽപ്ലെസ് ആവുക. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നൊരു ഫീലിംഗ് ഇല്ലേ, അത് തന്നെയാണ് ആങ്സൈറ്റി കൊണ്ട് മലയാളത്തിൽ പറയുവാണെങ്കിൽ. പക്ഷേ ഡെഫിനേഷൻ പറയുവാണെങ്കിൽ ഹെൽപ്ലെസ്, ഇൻസെക്യൂർ ഒക്കെ തന്നെയാണെന്നുള്ളതാണ് കേട്ടോ. സോ ന്യൂറോട്ടിക് നീഡ്സ് ഞാൻ പറഞ്ഞു. എന്താ ന്യൂറോട്ടിക് നീഡ്സ്? അൺഹെൽത്തി വേ ടു കോപ്പ് വിത്ത് ആങ്സൈറ്റി ആണ്. സോ ഹോണി ഏകദേശം 10 ന്യൂറോട്ടിക് നീഡ്സ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. എക്സ്ട്രീം ആൻഡ് അൺറിയലിസ്റ്റിക് ഡിസയേഴ്സ് ദാറ്റ് പീപ്പിൾ ഡെവലപ്പ് ടു ഫീൽ സെക്യൂർ. നമ്മൾ സെക്യൂർ ആണെന്ന് തോന്നാൻ വേണ്ടി എക്സ്ട്രീമും അൺറിയലിസ്റ്റിക് ഡിസയേഴ്സും ആണ് അത് നമ്മൾ ഡെവലപ്പ് ആക്കി എടുക്കുവാണ്. പക്ഷെ 3 കോപ്പിംഗ് സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ നോക്കാനുള്ളതും അത് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളതും. സോ മൂവിങ് ടുവേർഡ് പീപ്പിൾ, അതായത് പ്ലീസ് ലവ് മീ, അതായത് എന്നോട് അഫെക്ഷൻ കാണിക്കൂ എന്നുള്ള രീതിയിൽ. പീപ്പിൾ ഹു ഫോളോ വിത്ത് സ്ട്രാറ്റജി ട്രൈ ടു വിൻ അപ്രൂവൽ ആൻഡ് അഫെക്ഷൻ. സോ എനിക്ക് അഫെക്ഷൻ തോന്നാനും ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി ഞാൻ കിടന്ന് കോമ്പറ്റീറ്റ് ചെയ്യുന്നത് പോലെ. നീഡ് ഫോർ അഫെക്ഷൻ, ഫോർ അപ്രൂവൽ, നീഡ് ഫോർ പാർട്ട്ണർ, നീഡ് ടു ലീവ് സിമ്പിൾ അൺമാൻഡിങ് ലൈഫ്. അതായത് എനിക്കൊരു പാർട്ട്ണർ വേണം എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ. റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇപ്പോൾ അബൌട്ട് റെസ്പോൺസിബിലിറ്റി ആൻഡ് വാണ്ട് ടു റിമെയിൻ അൺനോട്ടീസ്. ബിലീവ് ദറ്റ് ലവ് വിൽ സോൾവ് ഓൾ ദിയർ പ്രോബ്ലം. വാണ്ട് എവരി വൺ ടു ലൈക്ക് ദം ടു അവോയ്ഡ് കോൺഫ്ലിക്ട്. മറ്റുള്ളവരെ പോലെ ആവുക, അല്ലെങ്കിൽ പ്രേമിക്കുന്നതും സ്നേഹിക്കുന്നതുമാണ് എല്ലാം. ചില ആൾക്കാർ പറയില്ലേ കല്യാണം കഴിച്ചതെല്ലാം ശരിയാവെന്ന് പറയില്ലേ. നമ്മുടെ അച്ഛനമ്മമാരെന്താ പറയുക, കള്ളം കഴിക്കുക, നിങ്ങൾ ജീവിക്കുക, ജീവിക്കുക. അതൊക്കെ എന്താണ്? അതൊക്കെ നീഡ് ഫോർ എ പാർട്ണർ എന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കും എന്ന് പറയുന്ന പോലെ. അതാണ് ഫസ്റ്റ് വൺ. ആൻഡ് സെക്കൻഡ് വൺ ഇസ് മൂവിങ് അഗെയിൻസ്റ്റ് പീപ്പിൾ. ആൾക്കാരുടെ അഗെയിൻസ്റ്റ് പോവുക. അത് ഐ മസ്റ്റ് ബി പവർഫുൾ എന്ന് പറയുന്ന പോലെ. പീപ്പിൾ ഇൻ കാറ്റഗറി ബിക്കം അഗ്രസീവ്, കൺട്രോളിങ് ടു ഫീൽ സെക്യൂർ. സോ ഭയങ്കര നമ്മൾ പറയില്ലേ, ഭയങ്കര മാൻലിസം കാണിക്കുക, ഭയങ്കര മാൻറോസം കാണിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല. അല്ലെങ്കിൽ ഫീമെയിൽ ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് തണ്ട് കാണിക്കുക എന്നൊക്കെ പറയില്ലേ. ആ ഒരു കാറ്റഗറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. നീഡ് ഫോർ പവർ, അത് ഡോമിനേറ്റ് ചെയ്യണം എന്നുള്ള കേസിൽ നീഡ് ടു എക്സ്പ്ലോയിറ്റ് അതേഴ്സ്, മറ്റുള്ള ആൾക്കാരെ ഉപയോഗിച്ച് ആവശ്യങ്ങൾ നേടുക. ആൻഡ് സോഷ്യൽ റെക്കഗ്നേഷൻ, ഫെയിമും സ്റ്റേറ്റസും, പേഴ്സണൽ അഡ്മിറേഷൻ, അതായത് നമ്മൾ സുപ്പീരിയർ ആണെന്ന് കാണിക്കുക, അച്ചീവ്മെന്റ് കാണിക്കുക. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവാൻ വേണ്ടി, നമ്മൾ സുപ്പീരിയർ ആവാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് ലവ് ചെയ്യുക എന്നുള്ളതും, 2 പവർഫുൾ ആവുക എന്നുള്ളത്. 2 ഐ ഡോണ്ട് നീഡ് എനിത്തിങ്, വിഡ്രോവൽ ആണ് കേട്ടോ. ഇവിടെ കൂടുതലും ആങ്സൈറ്റി ആണ് അവിടെ കാണിക്കുന്നത്. റിലേഷൻഷിപ്പ് ഒക്കെ ഒഴിവാക്കി ആങ്സൈറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കാണിക്കുന്ന സമയമാണ്. നീഡ് ഫോർ സെൽഫ് സഫിഷ്യൻറ്റ്, അതായത് നമുക്കൊന്നും വേണ്ട. ആൻഡ് നീഡ് ഫോർ പെർഫെക്ഷൻ, ഫിയർ മേക്കിംഗ് മിസ്റ്റേക്ക് ആൻഡ് വാണ്ട് ടു അപ്പീൽ ഫ്ലോലെസ്, അതായത് നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുമോ എന്നുള്ളൊരു പ്രശ്നം കാണിക്കുക എന്നുള്ളതാണ്. ആൻഡ് സെൽഫ് സഫിഷ്യൻ, അവോയ്ഡ് റിലേയിങ് ഓൺ അതേഴ്സ്, മറ്റുള്ള ആൾക്കാരിലൊന്നും നമ്മൾ ചില ആൾക്ക് വിശ്വസിക്കില്ല. നമുക്ക് ചെയ്താലും നമുക്ക് ശരിയാവുള്ളൂ എന്ന് പറയുന്ന പോലെ. ആൻഡ് തിയറി ഓഫ് സെൽഫ് റിയൽ വിഎസ് ഐഡിയൽ സെൽഫ്, അതായത് റിയൽ സെൽഫ് എന്താ, ദ പേഴ്സൺ യു ട്രൂലി ആർ, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്, വിത്ത് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ വീക്ക്നെസ്സും അറിയാം. ഐഡിയൽ സെൽഫ് ആണെങ്കിലോ ദ പെർഫെക്റ്റ് വെർഷൻ ഓഫ് യുവർ സെൽഫ് ദാറ്റ് യു തിങ്ക് യു ഷുഡ് ബി, ഞാൻ ഇങ്ങനെ ആകണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയില്ലേ, അതാണ് ഐഡിയൽ സെൽഫ് വെച്ചാൽ. പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം നമ്മളവിടെ റിയലിസ്റ്റിക് ആവില്ല. തോന്നുന്നുണ്ടോ? റിയൽ സെൽഫ് ആണെങ്കിൽ ഓക്കെ, ഞാനത് അങ്ങനെയാണെന്ന് നമുക്കറിയാം. ഐഡിയൽ സെൽഫ് ആണെങ്കിൽ അങ്ങനെ ഒരു റിയലിസ്റ്റിക് മാനറിൽ പോകാൻ തോന്നുന്നുണ്ടോ? അവിടെയാണ് സെൽഫ് ഹെയ്റ്റും ലവ് സെൽഫ് എസ്റ്റീമും ഒക്കെ വരുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ഈ ഹയസ്റ്റ് മാർക്ക് തന്നെ കിട്ടുന്ന ഒരു കുട്ടിക്ക് എപ്പോഴെങ്കിലും ഒരു ഫെയിലിയർ വരുന്ന സമയത്ത് അവനുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് തന്നെയാണ് ഇവിടെ. എ സ്റ്റുഡൻറ് ഹു ബിലീവ് ദാറ്റ് മസ്റ്റ് ഓൾവേസ് ഗെറ്റ് ദ ഹയസ്റ്റ് മാർക്ക് മേ ഫീൽ ലൈക്ക് എ ഫെയിലുവർ ഇഫ് ദേ ഗെറ്റ് എ ലോവർ ഗ്രേഡ് ഈവൻ ഇഫ് ഇറ്റ്സ് എ സ്റ്റിൽ എ ഗുഡ് സ്കോർ. ഇപ്പം ക്ലാസ്സിൽ 95 ഹയസ്റ്റ് എങ്കിൽ ഒരു കുട്ടിക്ക് 95 വാങ്ങാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുമ്പം ആ കുട്ടിക്ക് ഒരു 93 കിട്ടണമെങ്കിൽ തന്നെയും അതും ഹയസ്റ്റ് ആണെന്ന് ആ കൂടെ ഇരിക്കെ കുട്ടി വിചാരിക്കാൻ തോറ്റു എന്ന് വിചാരിക്കാം. ആ ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, ഹോണീസ് കോൺട്രിബ്യൂഷൻ ടു സൈക്കോളജി ആണ്. ക്രിറ്റിസം ഫ്രോഡ് വ്യൂസ് ഓൺ വിമൻ, അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ ആണുങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഫ്രോഡ്സിന്റെ വ്യൂസ് ഓൺ വിമൻ എന്ന് പറയുന്നത് ക്രിട്ടിസൈസ് ചെയ്തിരുന്നതാണ്. She disagree with Freud's penis envy theory, saying that women don't envy men anatomy but rather their social power and freedom. She introduced womb envy, suggesting that men may feel envious of women's ability to bear child. അതായത് ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ സ്ത്രീകളെ ഉയർത്തി കൊണ്ടുവരിക അല്ലെങ്കിൽ പുരുഷന്മാരെ സ്ത്രീകളെക്കാളും താഴ്ത്തി കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ അതാണ് ബേസിക് ആയിട്ട് പ്രിൻസിപ്പിൾ നമ്മൾ പറയുന്നത്. പല ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പ്രശ്നം പല തിയറീസുകളും സ്ത്രീകളെയും പുരുഷന്മാരെയും കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നുള്ളതാണ്.
അപ്പോൾ ഫ്രോഡ് ബേസിക്കലി ഒരു ആണായതുകൊണ്ടും ഫ്രോഡിന്റെ കാര്യങ്ങൾ അതൊരു ആണായിരിക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി പറയാനാണ് ഏറ്റവും കൂടുതൽ എളുപ്പം. അപ്പം ഒരു സ്ത്രീക്ക് മാത്രമേ സ്ത്രീയുടെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഹോണീസിന്റെ കേസിൽ പുള്ളിക്കാർ തന്നെ എന്ത് ചെയ്തു, ഫ്രോഡ് പറയാൻ തെറ്റാണ്, അങ്ങനെയല്ല, സ്ത്രീകൾക്ക് ആണ് ഏറ്റവും കൂടുതൽ എന്താണ് ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും ഫ്രീഡും ഒക്കെ അല്ലെങ്കിൽ കൂടുതലായിട്ട് വേണ്ടത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, സ്ത്രീകൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണ് കുട്ടികളെ ബിയർ ചെയ്യാൻ പറ്റുക എന്നൊരു രീതിയിലേക്ക് വന്നു. അതായത് കുട്ടികളാണല്ലോ, റീപ്രൊഡക്ഷൻ ആണല്ലോ ബേസിക് തിങ്. അപ്പോൾ അതുപോലും ഒരു സ്ത്രീക്കാണ് സാധിക്കുക എന്നുള്ള രീതിയിലും. അത് മാത്രമല്ല, ഷിഫ്റ്റ് ഫോക്കസ് ഫ്രം ബയോളജി ടു കൾച്ചർ ആൻഡ് സൊസൈറ്റി. സോ കൂടുതലായിട്ട് എന്താണ്, അൺലൈക്ക് ഫ്രോഡ് ഹു എംഫസൈസ് ചൈൽഡ്ഹുഡ് ട്രോമ ആൻഡ് അൺകോൺഷ്യസ് ഡിസൈർസ്, ഹോണി ബിലീവ് ദാറ്റ് സൊസൈറ്റി ആൻഡ് കൾച്ചർ ഷേപ്പ് പേഴ്സണാലിറ്റി. സോ നമ്മുടെ ഫ്രോഡ് പറഞ്ഞതിനേക്കാൾ മോർ ഓവർ സൊസൈറ്റിക്കും കൾച്ചറൽ ഷേപ്പ് പേഴ്സണാലിറ്റിക്കും ഒരുപാട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. ബേസിക് ആയിട്ട് പറയുവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹോണീസ് കൂടുതലായിട്ട് എന്താണ് ഈ ഒരു കൾച്ചർ, സൊസൈറ്റി, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് ഇൻഫ്ലുവൻസ് ഓൺ ഫെമിനിൻ സൈക്കോളജി ആൻഡ് ഹ്യൂമനിസം. സോ ഷീ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഫീമെയിൽ സൈക്കോ അനലിസ്റ്റ് ടു അഡ്രസ് ജെൻഡർ ഇഷ്യൂ ഇൻ സൈക്കോളജി. സൈക്കോളജിയിലുള്ള ജെൻഡർ ഇഷ്യൂ പറഞ്ഞത് പുള്ളിക്കാരിയാണ്. അതുമാത്രമല്ല, മോഡേൺ സെൽഫ് ഹെൽപ്പ്, തെറാപ്പി, ഫെമിനിസ്റ്റ് സൈക്കോളജി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കൂടുതലായി ഫോക്കസ് ചെയ്യാൻ പുള്ളിക്കാരിക്ക് പറ്റി എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. ആ ഒരു ഐഡിയ മനസ്സിലാക്കിയാൽ ആർക്ക് വേണമെങ്കിലും എഴുതുന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ സമ്മറി ആണെങ്കിൽ ബേസിക് ആങ്സൈറ്റി നിങ്ങൾക്ക് അറിയാം, ന്യൂറോട്ടിക് നീഡ്സ് അറിയാം, തിയറി ഓഫ് സെൽഫ് ആൻഡ് കൾച്ചർ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു കൂടുതലായി ഹോണി പറഞ്ഞിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സോ ഇനി ആരാണ് ഹാരി സ്റ്റാക്ക് സുലിവാൻ? സോ 1892 ജനിച്ചത്, 1949 മരിച്ചു. സോ സൈക്കാട്രി ആൻഡ് സൈക്കോ അനലിസ്റ്റ് ആണ്. Unlike Freud, who focused on inner conflict, Sulian believed personality developed through social interaction. ഇവിടെയും സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ്, അവിടെയും ഫ്രോഡ്സ് കുത്തു കൊടുത്തു കേട്ടോ. സോ ഇന്റർപേഴ്സണൽ തിയറി, റിലേഷൻഷിപ്പ് ഒക്കെ അതുമായി ബന്ധപ്പെട്ട് പേഴ്സണാലിറ്റി ഷേപ്പ് ബൈ റിലേഷൻഷിപ്പ്, നോട്ട് ജസ്റ്റ് ഇന്നർ ഡ്രൈവ്. നമ്മുടെ ഈ അൺകോൺഷ്യസ് മൈൻഡ് അല്ല എന്നുള്ളതാണ് പറഞ്ഞത് പുള്ളിക്കാരൻ. അതായത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്, അതാണ് ഷേപ്പ് ചെയ്യുക. ഒരു രീതിയിൽ റിലേഷൻഷിപ്പ് തന്നെയല്ലേ, നമ്മൾ അച്ഛനോടും അമ്മയോടും കാണിക്കുന്ന രീതി, നമ്മുടെ പാർട്ണറോട് കാണിക്കുന്ന രീതി, അതൊക്കെ എല്ലാം പേഴ്സണാലിറ്റിയെ ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഒരു രീതിയാണ്. ഇവിടെ 3 പാർട്ടാണ്. ഡൈനാമിക് പേഴ്സണാലിറ്റി, ഹൗ പേഴ്സണാലിറ്റി വർക്ക്, എങ്ങനെ പേഴ്സണാലിറ്റി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. സുലിവാൻ സോഫ് പേഴ്സണാലിറ്റി ആസ് എൻ എനർജി സിസ്റ്റം ആയിട്ട് കണ്ടു. സോ ടെൻഷൻ, പൊട്ടൻഷ്യൽ ഫോർ ആക്ഷൻ, എനർജി ട്രാൻസ്ഫോർമേഷൻ, ആക്ഷൻ വി ടേക്ക്, നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. സോ ടെൻഷനെ കാറ്റഗറൈസ് ചെയ്തു. നീഡ്, ഒരാൾക്ക് ബേസിക് ആയി നീഡ്, ഫുഡ്, എയർ, സോഷ്യൽ നീഡ്. ആങ്സൈറ്റി ആണെങ്കിൽ ബിഗ്ഗസ്റ്റ് ഡിസ്റപ്റ്റർ ഇൻ റിലേഷൻഷിപ്പ് കോസിംഗ് ബൈ ബാഡ് സോഷ്യൽ എക്സ്പീരിയൻസ്. അതായത് ടെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം, എനിക്ക് ടെൻഷൻ അടിക്കുന്നു, എനിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, എനിക്കിത് പറ്റുന്നില്ല, അത് ബേസിക് സർവേയിലാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രണയം നശിച്ചു പോകുമോ എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ സോഷ്യൽ നീഡുമായി ബന്ധപ്പെട്ടതാണ്. ആങ്സൈറ്റി അങ്ങനെയല്ല. ആങ്സൈറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ല, ഒരു ബാഡ് ഫീലിംഗ് ഇല്ല, അത് തന്നെയാണ്. എന്നാൽ എന്താണ് ബാഡ് സോഷ്യൽ എക്സ്പീരിയൻസ് കാരണമൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പൊക്കെ ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് പേഴ്സണൽ കാര്യങ്ങൾ ചിന്തിക്കാതെ റിലേഷൻഷിപ്പ് മൈൻഡിലേക്ക് നമ്മൾ പോകണം കേട്ടോ. ആങ്സൈറ്റി എങ്ങനെ ഡെവലപ്പ് ആവുന്നത്? സോ ബേബീസ് ലേൺ ആങ്സൈറ്റി ഫ്രം ദിയർ മദർ. അമ്മയിൽ നിന്നാണ് വളരുക, ആ ഒരു ആങ്സൈറ്റി വളർന്നു വരിക എന്നാണ് പറയുന്നത്. ബേബിക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. സോ ടു മച്ച് ആങ്സൈറ്റി ആണെങ്കിൽ പേഴ്സണൽ പ്രോബ്ലം ഉണ്ടാവും. ആങ്സൈറ്റി ഇല്ലെങ്കിൽ യുഫോറിയ, അതായത് സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഹാപ്പിനെസ് അല്ലെങ്കിൽ വെൽബീങ് ആയിരിക്കും. സോ എൻഡ്യൂറിങ് ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി, സ്റ്റേബിൾ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. സോ സുലിവാൻ 3 ലാസ്റ്റിംഗ് ആസ്പെക്ട്സ് ഓഫ് പേഴ്സണാലിറ്റി ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് ഡൈനാമിസം ആണ്, ബിഹേവിയർ പാറ്റേൺ എന്ന് പറയും. സോ സിമിലർ ടു ട്രൈഡ് ഇൻ മോഡേൺ സൈക്കോളജി. ഇപ്പോൾ മോഡേൺ സൈക്കോളജി എങ്ങനെയാണ് ഉള്ളത് അതുപോലെ തന്നെയാണ് പറയുന്നത് കേട്ടോ. എൻഡ്യൂറിങ് ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി, അതായത് ഒരു സ്റ്റേബിൾ പേഴ്സണാലിറ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ബോഡി റിലേറ്റഡ് ഡൈനാമിസം ആണ്. നമുക്ക് നമ്മുടെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നീഡൊക്കെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്താണ്, ഇപ്പം വിശക്കുന്നു, ദാഹം, അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും വെള്ളം കുടിക്കുന്നു, അത് തന്നെ. അതുപോലെ ടെൻഷനിൽ ഡൈനാമിക് ഉണ്ട്, അവിടെയാണ് ഇമോഷണൽ റിയാക്ഷൻസ്. സോ മെലോവലൻസ് ആണ്, ഫീലിംഗ് ലൈക്ക് യു ലീവ് എമംഗ് എനിമി, നമ്മൾ പറയില്ല എൻ്റെ ചുറ്റും ശത്രുക്കളാണെന്ന് പറയില്ല, അതുപോലെ. ഇൻറ്റിമസി, നമ്മളൊരു പേഴ്സണൽ ബോണ്ട്, അപ്പം ആങ്സൈറ്റി കുറയുന്നു. ലസ്റ്റ് എന്താണ്, സെൽഫ് സെൻറ്റേഡ് സെക്ഷൽ ഡ്രൈവ്, സെപ്പറേറ്റ് ഫ്രം ഇൻറ്റിമസി. ഇൻറ്റിമസിയിൽ നിന്ന് എൻ്റെ ഡിഫറൻ്റ് ആണ്. ലസ്റ്റും ഇൻറ്റിമസി രണ്ടാണ് കേട്ടോ. ലസ്റ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു സെക്ഷൽ ഡ്രൈവിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. സോ അങ്ങനെ കൺഫ്യൂസ് ആയി പോകരുത്. ഇനി പെർഫെക്ഷനിസം ആണ്. നമുക്കറിയില്ല, മെന്റൽ ഇമേജിങ് ഓഫ് സെൽഫ് അതേഴ്സ് ആണ്. സോ ബാഡ് മീ അവർ നെഗറ്റീവ് സൈഡും, ഗുഡ് മീ ആണെങ്കിൽ നമ്മുടെ പോസിറ്റീവ് സൈഡും, നോട്ട് മീ ആണെങ്കിൽ നമ്മുടെ ഹിഡൻ പാർട്ടായിരിക്കും, എക്സ്ട്രീംലി
ആങ്സൈറ്റി കാണിക്കാനുള്ള ഒരു കാരണമായിരിക്കാം. സെൽ സിസ്റ്റം ആണെങ്കിൽ അവർ പേഴ്സണൽ ഡിഫൻസ് മെക്കാനിസം ആണ്. സെക്യൂർ ഓപ്പറേഷൻസ് ലൈക്ക് ഡിസോസിയേഷൻ, ബ്ലോക്കിംഗ് സർട്ടൻ മെമ്മറി ഫ്രം അവയർനെസ്. അതായത് നമുക്കറിയാം എൻ്റെ മൂഡ് ഔട്ട് ആവാൻ ഇന്ന ഒരു കാരണം മതി, ഞാൻ ആലോചിച്ചാൽ അതിനെപ്പറ്റി ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്താൽ എനിക്ക് മൂഡ് ഔട്ട് ആവും എന്ന് പറയുന്ന പോലെ. ആൻഡ് സെലക്ഷൻ ഇൻ അറ്റൻഷൻ ആണ്. ഇഗ്നോറിങ് അൺകംഫർട്ടബിൾ ട്രൂത്ത്, അതായത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ട്രൂത്തുകളെ മാറ്റി വെക്കുക. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ ജോലി സ്ഥലത്ത് പോകുമ്പോൾ എന്നെ അടുത്ത മാസം എക്സ്പെൽ ചെയ്യുമെന്നറിയുന്ന ഒരു ട്രൂത്ത് എനിക്കറിയാം, അത് ഞാൻ മാറ്റി വെച്ചിട്ട് എൻ്റെ ജോലി മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ കേട്ടോ. ഇതൊക്കെ എളുപ്പമാണ്. നോട്ട് ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. കാര്യം ഓരോ പോയിന്റ്സ് എംഫസൈസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. സോ നമ്മുടെ 7 സ്റ്റേജ് ആണ്, നമ്മൾ ഓൾറെഡി കൊടുത്ത സ്റ്റേജുകളാണ്. എവിടെയൊക്കെയാണ് ആങ്സൈറ്റി വരിക, എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കോളം അങ്ങനെ തന്നെ പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതൊക്കെ സ്റ്റേജിൽ എന്തോ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. സോ മേജർ ഡിഫറൻസ് ഫ്രം ഫ്രോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ചൈൽഡ്ഹുഡിൽ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, ആ പേഴ്സണാലിറ്റി എങ്ങനെ അഡൽഹുഡ് വരെ പോകും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നിർബന്ധമായും ഇത് പഠിക്കണം. ബർത്ത് 1 ആണെങ്കിൽ ആങ്സൈറ്റി അമ്മയുടെ നിന്ന് പഠിക്കുവാണ്. 1 to 5 ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നു. 6 to 8 ആണെങ്കിൽ ലേണിംഗ് സോഷ്യൽ സ്കില്ലാണ്. 9 to 12 ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുന്നു. 13 മുതൽ 17 സെക്ഷൽ അട്രാക്ഷൻ, 18 മുതൽ 22 വരെ ലവ് റിലേഷൻഷിപ്പ്, കരിയേഴ്സ്. 23+ ആണെങ്കിൽ കരിയർ, ഫാമിലി, ഫിനാൻസിങ്, സെക്യൂരിറ്റി. സോ ഇവാലുവേഷൻ ഓഫ് സുലിവാൻസ് തിയറി നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? സോ ഇവിടെ നമുക്ക് വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ട്. സോഷ്യൽ റിലേഷൻഷിപ്പ് നല്ലപോലെ പറയുന്നുണ്ട് കേട്ടോ. ആങ്സൈറ്റി എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. എങ്ങനെ അഡൽഹുഡ് ഡെവലപ്പ് ചെയ്യണം, പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ആവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ വീക്ക്നെസ് സയന്റിഫിക്കലി ഇപ്പോഴും നമുക്ക് ഡിഫിക്കൽട്ടാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ബയോളജിക്കലി ജെനറ്റിക്സിലൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല. കൂടുതലും സോഷ്യൽ ഇൻട്രാക്ഷൻ റിലേഷൻഷിപ്പാണ് കൂടുതലും പറയുന്നത് അല്ലേ. ലോസ്റ്റ് പോപ്പുലേഷൻ ഇൻ മോഡേൺ സൈക്കോളജി. സോ നമുക്ക് മോഡേൺ സൈക്കോളജിയിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം സോഷ്യൽ സ്ട്രാറ്റജി നമുക്ക് ആവശ്യമാണ്, പക്ഷെ എപ്പോഴും നമുക്കത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. അവരെന്താ പറഞ്ഞെന്നുള്ളൊരു ഐഡിയ കിട്ടിയാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.